റസാക്കിനാണ് ഞാൻ വർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. മൂപ്പര് പ്ലാനൊക്കെ സൂപ്പറായിട്ട് വരും. അതായത് അവൻ നല്ല തലയുണ്ട്. എനിക്ക് അവൻ്റെ കഴിവിന് വിശ്വാസം. ഹലോ, അറിയാമായിരിക്കും, റസാക്കാണ്. പിന്നെ റസാക്കിൻ്റെ വീട് പൈഞ്ചേരിമുക്കിലാണ്. എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങൾ ചെറുപ്പത്തിലേ കാണുന്നതാണ്. അപ്പം റസാക്കിനാണ് ഞാൻ വർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്, അതുപോലെ കോൺട്രാക്ടറാണ്. പിന്നെ 3D വായിക്കുള്ളത് എന്തൊക്കെ ഉണ്ടല്ലോ. മൂപ്പര് പ്ലാനൊക്കെ സൂപ്പറായിട്ട് വരും. അതായത് അവൻ നല്ല തലയുണ്ട്, അത്രയേ ഉള്ളൂ. ഡ്രോയിങ് ഒക്കെ വരക്കും. അപ്പം അങ്ങനെ സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം തല കൊണ്ട് ഈ ഒരു മേഖല പഠിച്ചെടുത്തു. എനിക്ക് അവൻ്റെ കഴിവിന് വിശ്വാസം. അവൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ട് അവൻ പഠിച്ചത്. അപ്പോൾ അവനൊരു ചാൻസ് കൊടുക്കാം അല്ലേ? ചാൻസ് കൊടുക്കാമെന്ന് പറയുന്നതല്ല, അവൻ ഒരുപാട് പണിയൊക്കെ നിലവിലുണ്ട്. എനിക്ക് അവന് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ പണി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു ചെറിയ ഒതുങ്ങുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക, ഒരു മൊഞ്ചുള്ള വീട്. അതാണ് ഷാക്കറിൻ്റെ സ്വപ്നം. അതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയ കിളിക്കൂട് അല്ല, എന്തായാലും 10-20 താഴാവില്ല. വീടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ കോൺഫിഡൻസോടെ ഇറങ്ങുമ്പോൾ അത് വരും. അല്ലാണ്ട് പൈസ കെട്ടി 20 ലക്ഷം റുപ്യ കെട്ടി വെച്ചിട്ട് വീട്ടിൽ ചിലപ്പോൾ വീട് പകുതി ആകുമ്പോഴത്തേക്ക് വേറെ ആവശ്യമില്ല. അങ്ങനെ ഇറങ്ങി ചെയ്ത് ചെയ്യുക. ആ സ്വപ്നങ്ങൾ അത് ഒരു റൂമായാലും നല്ല വിശാലമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക. സെൻട്രൽ ആളും മാസ്റ്റർ ബെഡ്റൂമും നല്ല വിശാലമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. കാരണം അതാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് സൗകര്യത്തോടെ ചെയ്യാം. കുറേ റൂമുകൾ കാണുന്നില്ല. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർ ആ സമയത്തേക്ക് അവർ ക്രിയേറ്റീവായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഭാവിയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ ബാത്റൂമൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം ജീവിക്കേണ്ട എന്താണ് സാഹചര്യം, അതിനനുസരിച്ചിട്ട് വൃത്തിക്ക് നിൽക്കാം. അതാണ് ഒരു വീട് എന്നുള്ള സ്വപ്നം. കുറേ അതിനും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഒരു 1000 റുപ്യ വെച്ചിട്ടാണ് ഇറങ്ങിയത്. 1000 റുപ്യക്ക് ഒരു 6 സെൻറ്റ് സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ട് ഇന്ന് സ്ഥലം കൊണ്ട് നാളെ കിട്ടിയിട്ട് അങ്ങനെ കൃത്യം 1 വർഷം കൊണ്ട് ഞാൻ എൻ്റെ വീടിന് പണിയെടുത്തത്. അത് വീട് എന്നുള്ളൊരു ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഷാക്കറിനും അനുഗ്രഹം വന്നിരിക്കുകയാണ്. എന്നാലും ഷാക്കറിന് ആ ഒരു സ്വപ്ന വീട്ടിൽ സന്തോഷത്തോടു കൂടി കഴിയട്ടെ എന്നും അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്.